നമസ്കാരം. നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചും നമ്മളുടെ വാസ്തുവിദ്യ സംസ്കൃതി, അതുപോലെ തന്നെ നമ്മുടെ വിനോദസഞ്ചാര മേഖല, നമ്മുടെ നാട്ടിലെ എന്തെല്ലാം കാണാനായി എത്രയോ വിദേശികൾ പലയിടങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ടൂറിസം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടിയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒന്നുമില്ല, മടുപ്പിക്കുന്ന ചില കെട്ടിടങ്ങളും അതുപോലെയുള്ള വസ്തുക്കളും മാത്രമേ ഉള്ളൂ എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾക്ക് സഹിക്കുമോ? നമ്മൾ പ്രതികരിക്കില്ലേ? തീർച്ചയായിട്ടും പ്രതികരിക്കും. കാരണം നമ്മുടെ നാടിൻ്റെ ആ സാംസ്കാരിക സമ്പന്നതയിൽ തീർച്ചയായിട്ടും നമ്മൾ അഭിമാനം കൊള്ളുന്നു. നമുക്ക് അതിനെക്കുറിച്ച് നന്നായി തന്നെ അറിയുകയും ചെയ്യാം. ഇനി സംശയമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് മോണുമെൻറ്റ്സ് ഇന്ത്യ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്രയെത്ര കെട്ടിടങ്ങളുടെയും എത്രയെത്ര ടൂറിസം സ്പോട്ടുകളുടെയും ഒക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് നമ്മൾ കൃത്യമായ മറുപടി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും കൊടുക്കണം. അത് കൊടുത്തേ പറ്റൂ. കൊടുത്തിരിക്കുന്നു. ആരെയും അമ്പരപ്പിക്കുന്ന വാസ്തുവിദ്യാ വിസ്മയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ തലസ്ഥാന നഗരമായ ഡൽഹിയുടെ ഓരോ തെരുവുകളും ഓരോ മേഖലകളും. പോയിട്ടുള്ളവർക്കറിയാം. ചെങ്കോട്ട, ജുമാ മസ്ജിദ്, ചാന്ദിനി ചൗക്ക്, രാജ്ഘട്ട്, അതുപോലെ ലോട്ടസ് ടെമ്പിൾ, ലോധി ആർട്ട് ഡിസ്ട്രിക്റ്റ് തുടങ്ങി ഡൽഹിയിലെ ഓരോ പ്രദേശവും ഓരോ മുക്കും മൂലയും ഈ വാസ്തുവിദ്യാ പാരമ്പര്യം കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ മതിവരാത്ത, കണ്ണെടുക്കാൻ പറ്റാത്ത അത്ര വൈവിധ്യങ്ങളാണ്, വൈവിധ്യപൂർണ്ണമായ ഒരു ഭൂതകാലത്തിൻ്റെ ഒരു അധ്യായമാണ് നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ഒടുങ്ങാത്ത അധ്യായമാണ് നമ്മുടെ മുന്നിൽ ഡൽഹി തുറന്നു കാണിക്കുന്നത്. ഡൽഹി മാത്രമല്ല, ഒരുപാട് നഗരങ്ങൾ, എന്തിന് നമ്മുടെ തിരുവനന്തപുരമായാലും ശരി, എറണാകുളമായാലും ശരി, സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന എത്രയെത്ര നിർമ്മിതികളാണ് അവിടെയൊക്കെയുള്ളത്. അപ്പോൾ ഇത് സന്ദർശിക്കുന്നവരെയെല്ലാം ആകർഷിക്കുന്ന കുത്തബ് മിനാർ സമുച്ചയത്തിലെ പൂന്തോട്ടങ്ങൾ, അതുപോലെ തടാകങ്ങൾ, നെഹ്റു പാർക്ക്, ഇതൊക്കെ നഗരത്തിൻ്റെ, നമ്മുടെ ഡൽഹിയുടെ ആ ഒരു മനോഹാരിത എത്രയോ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഡൽഹിയിൽ ഇരുന്ന് ബോറടിക്കുന്നു അല്ലെങ്കിൽ ഡൽഹി ബോറടിപ്പിക്കുന്നു എന്ന് സമൂഹ മാധ്യമത്തിൽ ഒരു പരിഹാസവുമായി ഒരു സ്ത്രീ എത്തുകയാണ്. കണ്ണു തുറന്നു നോക്കാനും മുറിക്കുള്ളിൽ അടച്ചിരുന്നാലൊന്നും കാണാൻ പറ്റില്ല എന്നുമൊക്കെയാണ് ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കാർ നൽകുന്ന മറുപടി. എക്സിലാണ് യുക്തി എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ. ഇവരാരാണ് എന്നതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നും നമുക്കില്ല. പക്ഷേ അത് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, വിദേശിയാണ് എന്ന് തോന്നുന്നു. ഈ സ്ത്രീയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. ഡൽഹി വളരെ വിരസമാണ്. ബ്രാക്കറ്റിൽ ഒരുപക്ഷെ മിക്ക ഇന്ത്യൻ നഗരങ്ങളും. യഥാർത്ഥ ജലാശയങ്ങളില്ല, പാതകളില്ല, കാൽനട യാത്രകളില്ല, നല്ല സുരക്ഷിതമായ താമസ സ്ഥലങ്ങളില്ല, ചുറ്റി നടക്കാൻ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളില്ല. ആകെ ചെയ്യാൻ കഴിയുന്നത് ഭക്ഷണം കഴിക്കുക എന്നതാണ്. അക്ഷരാർത്ഥത്തിൽ ഡൽഹിയിലെ ഒരേ ഒരു പ്രവർത്തനം അതാണ്. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം മാറ്റാൻ ഉതകുന്ന തെളിവുകൾ നൽകൂ എന്നാണ് ഈ സ്ത്രീ ചോദിച്ചിരിക്കുന്നത്. അവർക്ക് കൃത്യമായ തെളിവുകൾ സഹിതം, കൃത്യമായ ചിത്രങ്ങൾ സഹിതം, കൃത്യമായ വിവരണങ്ങൾ സഹിതം നെറ്റിസൺസ് എന്ന് പറയുന്ന ഒരു സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് മറുപടി നൽകിയത്. ഈ കൂട്ടായ്മ അല്ലാതെ പലരും ഈ സ്ത്രീക്ക് മറുപടി നൽകുന്നുണ്ട്. ഡൽഹി എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മഹാനഗരങ്ങൾ എന്താണ്, അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ എന്നൊക്കെ വിളിച്ചോതുന്ന, അവിടെ സന്ദർശകർ, ആഭ്യന്തര സന്ദർശകരും വിദേശ സന്ദർശകരുമടക്കം ക്യൂ നിന്ന് പലതും കാണുന്ന, അല്ലെങ്കിൽ പല മേഖലകളിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ വലിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്ന അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൻ്റെ വ്യക്തമായ തെളിവുകളും ചിത്രങ്ങളും വിവരണങ്ങളും നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് മറുപടി നൽകുന്നത്. ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ ചർച്ചയായി. നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളാണ് വിയോജിപ്പുമായി എത്തിയത്. ഡൽഹിയുടെ മനോഹാരിത വ്യക്തമാക്കിക്കൊണ്ടുള്ള കുറിപ്പുകളും വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. ഡൽഹി മാത്രമല്ല, മറ്റ് മഹാനഗരങ്ങളുടെയും ഒക്കെ തന്നെ വലിയ ചിത്രങ്ങളും ടൂറിസം ഡെസ്റ്റിനേഷൻ പ്ലേസുകളും നമ്മുടെ ജലാശയങ്ങളും തടാകങ്ങളും കുന്നുകളും പർവ്വതങ്ങളും മലനിരകളും കെട്ടിടങ്ങളും വാസ്തുവിദ്യ വിളിച്ചോതുന്ന സംഗീതങ്ങളും ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ യുവതിയുടെ പോസ്റ്റിനോട് പ്രതികരിച്ചത്. നമ്മളും പ്രതികരിക്കുന്നു. തീർച്ചയായിട്ടും സ്ത്രീയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട്, അതാരാണെന്നറിയില്ല, പറയുന്നു. ഇന്ത്യയിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കണ്ണെടുക്കാനാകില്ല. അത്രയും മനോഹരമാണ് ഇന്ത്യ, അത്രയും മനോഹരമായ മേഖലകളാണ് ഭാരതം. ഭാരതത്തിൻ്റെ സംസ്കൃതി, വാസ്തുവിദ്യ രീതികൾ, അതുപോലെ പ്രാചീന വാസ്തുവിദ്യ, ആധുനിക വാസ്തുവിദ്യ, അതുപോലെ ജലാശയങ്ങൾ, താജ്മഹൽ അടക്കമുള്ള മഹാത്ഭുതങ്ങൾ, ഇതൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹര ഭാരതമാണിത്. ഇവിടെ വന്നാൽ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ആ സഹോദരിയോട് തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കണ്ണു തുറന്ന് കാണൂ, നിങ്ങൾ നടന്നു കാണൂ. ഭക്ഷണത്തിലുമുണ്ട് വൈവിധ്യം, ഭക്ഷണത്തിലുമുണ്ട് വളരെയധികം പ്രത്യേകതകൾ, വളരെയധികം രുചികൾ. നിങ്ങൾക്കതൊക്കെ ആസ്വദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലെത്തിയാൽ
വളരെ സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.